സർക്കാരിന്, അതായത് ഗവൺമെൻറ്റിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇത് വന്നെന്ന് പറഞ്ഞാൽ ഇവരനങ്ങാതിരുന്നു. ആ കമ്പനി അവർ വന്ന്, ദുബായ് കമ്പനി വന്ന് ഇത് ഏറ്റെടുത്തു. സ്മാർട്ട് സിറ്റി ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, 2 വർഷത്തിനകം അതിൻ്റെ പണി പൂർത്തിയാക്കും. ഇവർ 2016 തുടങ്ങിയതാണ്, എന്നിട്ടൊന്നും ആയില്ല. അപ്പോൾ ഈ 2 വർഷത്തിനത് ചെയ്തില്ലെങ്കിൽ അതിന് നിങ്ങൾ എങ്ങനെ നഷ്ടപരിഹാരം തരണം? അവർ നഷ്ടപരിഹാരം ഇങ്ങോട്ട് കൊടുക്കേണ്ടതാണ്. അത് ഈടാക്കാനുള്ള ഒരു നടപടി എടുത്തില്ല, അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല. എന്നിട്ട് എന്താണെന്നറിയോ, ഇപ്പോൾ ഇനി അവർക്ക് അങ്ങോട്ട് കാശ് കൊടുത്താൽ ഒഴിവാക്കാം. എളുപ്പമാണ്, കാരണം ഇവിടെ പണം ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഇഷ്ടംമാതിരി പണം ഇവിടെ ഇരിക്കുകയല്ലേ വാരി കൊടുക്കാൻ. ദുബായ് കമ്പനിക്ക് അങ്ങോട്ട് പണം കൊടുത്താൽ ഒഴിവാക്കാമെന്ന്, കാരണം അവർ മുടക്കിയ പൈസ എല്ലാം കൊടുക്കാമെന്ന്. അപ്പോൾ ആ കെട്ടിടങ്ങളൊക്കെ നോക്കുത്തിയായിട്ട് അവിടെ നിൽക്കും, അതവിടെ നിർത്തിയാൽ മതിയല്ലോ. കാരണം ഇവിടുത്തെ പാവങ്ങളുടെ ആവശ്യമല്ലേ അവിടെ കെട്ടിടം പണിയേണ്ടത്. സ്മാർട്ട് സിറ്റിക്ക് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ കാശാണ് എടുത്ത് കൊടുക്കേണ്ടത്. ഇത് മന്ത്രി ഇരുന്നുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറയുക, ഇത്രയും ബോധമില്ലായ്മ കാണിക്കുന്ന ആരെങ്കിലും കാണാൻ കിട്ടും? അതായത് ഒരു കൊടുത്തിട്ട് ആ കമ്പനി എഗ്രി ചെയ്തതുപോലെ അവർക്ക് പണി ചെയ്യാൻ പറ്റില്ല. അവസാനം അത് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കി അവരെ പറഞ്ഞയക്കുന്നതിന് പകരം അവർക്ക് അങ്ങോട്ട് കാശ് കൊടുത്ത് ഒഴിവാക്കുക. ഇവർക്ക് എന്ത് നല്ല ഇതാണെന്നറിയോ? കാരണം പറയുന്ന അതായത് നൂലാമാലകൾ, നിയമത്തിൻ്റെ നൂലാമാലകളൊന്നും ഇല്ലാതിരിക്കാൻ അവർക്ക് കൈക്കൂലി കൊടുത്ത് തിരിച്ചയക്കാമെന്ന്. അതാണിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അവർക്ക് പൈസ അങ്ങോട്ട് കൊടുക്കാമെന്ന്. ഇങ്ങോട്ട് വാങ്ങാനുള്ള പൈസ എടുക്കുന്നതിനുള്ള മാർഗമല്ല നോക്കുന്നത്, അങ്ങോട്ട് കാശ് കൊടുത്ത് ഇത് ഒഴിവാക്കാമെന്ന്. ഇത് പറയുന്ന മന്ത്രിയൊക്കെയാണ് നമ്മുടെ ഭരിക്കുന്ന മന്ത്രി. ഞാൻ ആ മന്ത്രി ഇച്ചിരി ബോധമുള്ളവനും മിടുക്കനുമാണെന്ന് വിചാരിച്ചിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. ഇത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കണ്ടപ്പോൾ നിയമത്തിൻ്റെ നൂലാമാലകൾ ഒഴിവാക്കാം. നിയമത്തിൻ്റെ നൂലാമാല ഒഴിവാക്കുക ഇങ്ങനെ ആരാ ഒഴിവാക്കുന്നത്? നിയമത്തിൻ്റെ നൂലാമാല എങ്ങനെ ഇല്ലാതാവും? അവർക്ക് അങ്ങോട്ട് പൈസ കൊടുക്കാൻ പോകണം, അവർ പറയും ബാക്കിയും കൂടെ തരാൻ പറയും, അവർ മുടക്കേൻ്റെ ഇൻട്രസ്റ്റ് കൂടെ തരാൻ പറയും. ഇനി അതാ ചെയ്യാൻ പോകുന്നത്. അവർക്ക് പണം കൊടുത്ത് ഒഴിവാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ബോധമുള്ള ഒരു സർക്കാരും ചെയ്യത്തില്ല. നേരെ മറിച്ച് അതിന് ഇതുള്ള കരാറുണ്ടല്ലോ, ഈ കരാറൊക്കെ എഴുതിയേക്കുന്ന ആരാണെന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. എന്തെങ്കിലും തലയിൽ ബോധമുള്ളവന്മാരാണ് ഈ കരാറിനകത്ത് വ്യവസ്ഥകൾ എഴുതുമ്പോൾ അവർ സമയബന്ധിതമായിട്ട് അത് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെയാണ് നടപടികളാണ് അവരുടെ പേർക്ക് എടുക്കേണ്ടത്, ഏതൊക്കെ വിധത്തിലാണ് അവർ നഷ്ടപരിഹാരം തരേണ്ടത് എന്നുള്ള കണ്ടീഷനൊക്കെ അതിൽ കാണിക്കത്തില്ലേ? എന്നിട്ട് മന്ത്രി പറയുക നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ കരാർ പറഞ്ഞിട്ടില്ലെന്ന്, പക്ഷേ എന്നാലും കൊടുത്തേ പറ്റൂ. കാരണം ദുബായ് കമ്പനിയാണ്, അതുമായിട്ട് വലിയ ഇടപാടുള്ളതല്ലേ ദുബായുമായിട്ട്. അപ്പോൾ ആ ദുബായ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വിടാൻ ഒക്കത്തില്ല. അങ്ങനെ വലിയ പ്രശ്നമുണ്ട്. ദുബായിലെ ഇടപാടായതുകൊണ്ട് അങ്ങോട്ട് നിർബന്ധമായിട്ടും പണം കൊടുത്ത് അവരെ ബോധ്യപ്പെടുത്തി அவங்க കാല് പിടിച്ച് നിങ്ങൾ പോകണം, ദയവേത് ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് അവരെ അയക്കാൻ പോവുകയാണ്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിവരക്കേടുകളുടെ ഘോഷയാത്ര. അത് ഓരോന്നും അതിൻ്റെ ചരിത്രം ഒന്ന് വായിച്ചാൽ മനസ്സിലാവും. അതിനകത്ത് ഒന്നും ഇതുവരെ ഒരു നടപടിയില്ല. ആ നടപടി ഇല്ലായ്മ പുറത്തു വരും, അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് നിയമത്തിൻ്റെ നൂലാമാല എന്ന് പറയുന്നത്. ഇവർ നടപടിയൊന്നും എടുത്തില്ലല്ലോ, അനങ്ങാതെ അതിൽ കിടന്ന് ഉറങ്ങി. 2016 മുതലുള്ള പരിപാടിയാണത്. അപ്പോൾ അതിൽ കിടന്ന് ഉറങ്ങിയിട്ട് ഇനി അതിൻ്റെ നിയമത്തിൻ്റെ നൂലാമാല എന്ന് പറയുന്ന ഇവരുടെ ഇനാക്ഷൻ ഇത് ജനങ്ങളുടെ മുമ്പിൽ തെളിയിക്കപ്പെടും, കോടതിയുടെ മുമ്പിൽ ഇത് വെടിവാക്കപ്പെടും. അതിനെ ഇവർക്ക് ഭയക്കുന്നു ഇവർ. അതുകൊണ്ടാണ് പൈസ കൊടുത്ത് അവരെ അങ്ങ് പറഞ്ഞയക്കാൻ നോക്കുന്നത്. ഇപ്പോൾ പണം കൊടുത്ത് ചില്ലറയല്ല കൊടുക്കേണ്ടത്, കോടികളാണ്. ആ കോടികൾ, നൂറുകണക്കിനുള്ള കോടികൾ എടുത്ത് ഇവിടുത്തെ പാവപ്പെട്ടവരുടെ പിച്ചച്ചട്ടി കൈയിട്ട് വരികയാണ് ഇനി അത് ചെയ്യേണ്ടത്. അതാ ചെയ്യാൻ പോകുന്നത്. ഈ രീതിയിലുള്ള കെടുകാര്യസ്ഥത ഉണ്ടല്ലോ, വെച്ച് ഉറപ്പിക്കാൻ പറ്റുന്നു. ഇവരൊക്കെ നമ്മൾ എന്തിനാ ഇവരൊക്കെ ഭരിക്കുന്നത്? നമ്മളെ ഭരിക്കപ്പെടുക എന്ന് പറയുന്നത് ഇതിങ്ങനെയാണോ? വിവരമുള്ളവന്മാർ വേണ്ടേ നമ്മളെ ഭരിക്കാൻ? പൊതുജനങ്ങൾക്കോ വിവരമില്ലാതെ ഇവരെ കയറ്റി. അപ്പോൾ ആ വിവരമില്ലാത്തവന്മാർ വീണ്ടും അതിൽ കയറി ഇരുന്നുകൊണ്ട് കാണിക്കുന്ന പണികളാണിത് നമ്മൾ കാണുന്നത്. ഇതുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഒക്കത്തില്ല. പിന്നെ ഇവിടെ ആർക്കും സമയമില്ലല്ലോ, അതല്ലേ പ്രശ്നം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നോക്കാനൊന്നും ഇവിടെ ജനങ്ങൾക്ക് സമയമില്ല. അവർ നോക്കുമ്പോൾ വന്ന് അതിനകത്തൊരു സർചാർജ് വന്നു, അതിന് ഞാൻ കൊടുക്കണം. അല്ലെങ്കിൽ ഇതിനെ ഇനി ഇവരെ പിരിച്ചുവിടാനും ഇവർക്ക് കാശ് കൊടുത്ത് അയക്കാനുമായിട്ട് എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കണം ജനങ്ങളെ കൊള്ളയടിക്കാൻ. അതാ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അത് തന്നെ നടക്കും. പുതിയ കമ്പനി വരുവാണെങ്കിൽ അതിന്റെ ലാഭം കൂടി അവർക്ക് കിട്ടില്ല. പുതിയ കമ്പനിയൊന്നും ഇവിടെ ആര് വരാനാ? ഇനി എന്തോ ഈ ഗവൺമെൻറ്റിൻ്റെ പേരുവശം ഒഴിവാക്കാനാണ് അതും പറയുന്നുണ്ട്. കാരണം ഇവരെ അങ്ങ് പറഞ്ഞയച്ചാൽ അത് കേരളം
നിക്ഷേപ സൗഹാർദ്ദ സംസ്ഥാനം അല്ല എന്നുള്ള ഒരു തോന്നൽ ജനങ്ങളിൽ അവിടെ മറ്റു കമ്പനികളിലൊക്കെ വരും. അതാണ് പ്രശ്നം ഇവർക്ക്. അപ്പോൾ ഇവിടെ നിക്ഷേപ സൗഹാർദ്ദം ആണെന്ന് കാണിക്കാനാണ് യുവമാരൊക്കെ വിളിച്ചുള്ള കാശും കൊടുത്ത് കൈക്കൂലിയും കൊടുത്തിട്ട് അവർ തിരിച്ചുവിടാൻ പോകുന്നത്. അതാ കാര്യം. വലിയ സൗഹൃദമല്ലേ നിക്ഷേപ സൗഹൃദം. ഒരുത്തനും ഇവിടെ 5 രൂപ മുടക്കാൻ വന്നു കഴിഞ്ഞാൽ അവനെ ഉണ്ടല്ലോ, അവനെ കൊല വിളിച്ച് അല്ലേ വിടുകൊള്ളൂ. ഇവിടെ അതല്ലേ ചെയ്യുള്ളൂ. എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും അതിനുവേണ്ടി അങ്ങ് മത്സരിക്കും. ലോക്കൽ ബോഡീസ് അതിനുവേണ്ടി വളരെയധികം മത്സരിക്കും. ഒരു പ്രവാസി ഏതെങ്കിലും ഒരു ബിസിനസ് നടത്താൻ വന്നേ, ഈയിടെയായിട്ട് നാളെ ഈ ഒരാളൊരു കാർ വാഷിംഗ് കേന്ദ്രം നടത്താനായിട്ട് വന്നു. അയാൾ അവിടെ കിടന്ന് കഴിയുന്നിട്ട് പോരാഞ്ഞിട്ട് ആ പാവം ഇവിടെ കൊണ്ടുവന്ന് ഏതാണ്ട് 1.5 കോടി രൂപ അതിൽ മുടക്കി കേട്ടോ. മുടക്കി കഴിഞ്ഞിട്ട് അയാൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ, അയാൾക്ക് അത് തുടങ്ങാൻ പറ്റിയിട്ടില്ല. ദേശാഭിമാനി പണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരു പാവപ്പെട്ട ഒരാളാണ്. അയാൾക്കത് തുടങ്ങാൻ പറ്റിയില്ല. ഒരു മാർഗ്ഗമില്ല. ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല, ആളുകളെ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഒരു മാധ്യമ പ്രവർത്തനമായിരുന്നു അയാൾ. വിദേശത്ത് ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. എന്നിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടാക്കാൻ പോയത്. ആ കാറ് വാഷ് ചെയ്യാൻ പോയിട്ട് ആ അതിൻ്റെ പരിസരത്തേക്ക് എല്ലാം ഉണ്ടതില്ല. അതാ കാര്യം. അതെല്ലാം തല്ലിപ്പൊളിച്ചു, നശിപ്പിച്ചു, ഒരുപാട് ഉപദ്രവിച്ചു അയാളെ. അവിടെ ആ രീതിയിലായി. അയാൾ അത്ര കടം കയറി നടക്കുകയാണ്. ഹൈക്കോടതി പോലീസ് പ്രൊട്ടക്ഷനുമായിട്ട് ചോദിച്ചുകൊണ്ട് നടക്കുക പാവം. ഇതുപോലെയാണ്. എന്നിട്ട് നിക്ഷേപ സൗഹൃദം വരികയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആരെങ്കിലും വന്ന് 5 പൈസ മുടങ്ങുമോ? ഇല്ല. പിന്നെ ഇപ്പം ഈ കമ്പനിയെ പറഞ്ഞു വിടുന്നു. അവരെ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞ് ഇവിടെ പേരുദോഷം ഇല്ലാതാകും. ഇവിടെ ഒന്നിനും ഒക്കത്തില്ല എന്ന് പറഞ്ഞു. കാരണം അവർ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞാണ് അവരിവിടെ കൊണ്ടുവന്നത്. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ സ്ഥലം കൊടുക്കുകയല്ല, അത് പാട്ടത്തിനേ കൊടുക്കത്തുള്ളൂ. അങ്ങനെ വന്നു. അപ്പോൾ ഒരു ലോങ് ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും തയ്യാറാകത്തില്ല. ഇത് എഴുതി കൊടുത്തിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം? ഈ ലോങ് ലീസ് എന്നും ഇത് പറയുന്നത്, ഇവിടെ ലോങ് ലീസ് കൊടുക്കുക 99 വർഷത്തേക്ക് കുത്തകപ്പാട്ടം കൊടുക്കുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട് ഈ 99 വർഷം. എന്നിട്ട് അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ പിന്നെയും തുടർന്നു പോകുക തന്നെ. നമ്മൾ ഒരുപാട് കാണുന്നല്ലേ കണ്ണൻ ദേവൻ, ഇത് മുഴുവൻ നമ്മൾ കാണുന്നതാണ്. ടാറ്റായ്ക്ക് പതിച്ചു കൊടുത്തേക്കല്ലേ അത് മുഴുവൻ എന്ന് പറയുന്ന പോലെയാണ്. ഒരുപാട് കമ്പനികളുടെ കയ്യിൽ ഒരുപാട് വസ്തുക്കൾ ഇരിപ്പുണ്ട്. ഇവിടെ ഇതവർക്ക് എഴുതി കൊടുത്തിരുന്നെങ്കിൽ അതിൻ്റെ പണവും കിട്ടിയാനെ, അവർ അത് ബാക്കി തുടർന്ന് നടത്തിയാനെ. 2000 ഏക്കറിനകത്ത് സ്ഥാപിക്കേണ്ട ഒരു സ്ഥാപനമാണ്. അത് വെറും 88 ഏക്കറിലോ എങ്ങാണ്ടായിട്ട് അവർ മാറ്റി കുറച്ചു കൊണ്ടുവന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ സ്ഥലം അവർക്ക് കിട്ടത്തില്ല. അവർക്ക് പാട്ടമായിട്ടേ കൊടുക്കുള്ളൂ. അതാണ് പ്രശ്നം വന്നേ. അവർ ഓരോ മാസവും പാട്ടക്കരാറനുസരിച്ച് പാട്ടം അടയ്ക്കണം, പൈസ അടയ്ക്കണം. അതിനവർ തയ്യാറാകത്തില്ല. അതാ കാര്യം. അതുകൊണ്ട് അവരത് ചുരുക്കി കൊണ്ടുവന്നത്. ഏതായാലും ശരി, ഇങ്ങനെയുള്ള വലിയ തർക്ക വിഷയങ്ങൾ അതിനകത്തുണ്ട്. ഇപ്പോൾ എങ്ങനെയെങ്കിലും അവരെ കാല് പിടിച്ച് അവർക്ക് കൈക്കൂലി കൊടുത്ത് തിരിച്ചയക്കാനുള്ള തത്രപ്പാടിലാണ് നമ്മുടെ ബഹുമാന്യനായ മന്ത്രി.